എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനുമുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇഷിത വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്ത് മാഷിയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ചിപ്പിമോളുടെ കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. മാഷിനും കൂടെ വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. കാരണം ചിപ്പിമോള് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വന്നെങ്കിലും ഇനി അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു ചിന്തയായിരുന്നു. കുഴപ്പമൊന്നുമില്ല അച്ഛാ, അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ടല്ലേ നേരത്തെ പറഞ്ഞു വിട്ടേന്നൊക്കെ പറയണം. മോളെ, എനിക്കാണെങ്കിലും എന്തോ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലോ ചിന്തിക്കാൻ പോലും പറ്റായിരുന്നില്ല. അങ്ങനെ ഒന്നും സംഭവിക്കില്ല അച്ഛാ, അച്ഛൻ ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ പറയണം. പിന്നീട് ഇഷിത വീട്ടിലേക്ക് ചെല്ലുവാണ്. ആ ചെല്ലണ സമയത്ത് ചിപ്പിമോള് കിടന്നുറങ്ങുമായിരുന്നു. ചിപ്പിമോളുടെ അടുത്ത് ഇത്ര സമയം പോയിരുന്നു. ആ മുടിയിഴകളിലൊന്ന് തലോടി. അങ്ങപ്പത്തേക്ക് രാമനാഥൻ വന്നിട്ട് പറഞ്ഞു, അല്ല മോളെ, മോൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലേ? ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അച്ഛാ, ഒരു ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ. കുറച്ച് ബ്ലഡ് പോയതിൻ്റെതായ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെയാന്ന് പറയണം. ആ സമയത്ത് മഹേഷ് അവിടെ ഉണ്ടായിരുന്നു. കാരണം മഹേഷ് പിന്നെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇഷിത മുറിയിലേക്ക് കയറി ചെന്ന് കഴിയുമ്പത്തേനും മഹേഷ് അവിടെ ഇരുന്ന് ഇങ്ങനെ എന്തോ എഴുതുന്ന കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത ചോദിച്ചു, എന്താ കാര്യമായിട്ട് എന്തോ എഴുത്തിലാണല്ലോ എന്ന് പറയണേ. ഒന്നുമില്ല, ഞാൻ വെറുതെ ഓരോന്നിങ്ങനെ കുത്തി കുടിക്കുവാന്ന് പറയണം. ഇത് കേട്ടതും ഇഷിതയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇഷിത പറഞ്ഞു, അതെ, അവിടെ ഇവിടെ ഡയറിയിലൊന്നും കുത്തി കുറിച്ച് വെച്ചിട്ട് കാര്യമില്ല. മോളോടുള്ള ഇഷ്ടമായി അത് പ്രകടിപ്പിക്കുക വേണ്ടേ, അല്ലാതെ ഫോണിനകത്ത് മെസ്സേജ് അയച്ചിട്ടോ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മോൾക്കത് മനസ്സിലാവണം മഹേഷിന് മോളോട് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം. അല്ലാതെ അത് അവിടെ ഇവിടെ എഴുതി വെച്ചിട്ട് കാര്യമില്ലെന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോ മഹേഷ് പറഞ്ഞു, ആര് പറഞ്ഞു എനിക്ക് എന്റെ മോളോട് ഇഷ്ടമില്ലെന്ന്? എന്റെ നെഞ്ചിന്നറിയ അവളാന്ന് പറയണ. ആഹാ, അതെനിക്ക് മനസ്സിലായ കാര്യമാ. പക്ഷെ മോൾക്കൂടെ മനസ്സിലാവണ്ടേ? അതിങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരുന്ന കാര്യമില്ല, പിശിക്ക് കൊടുത്തിട്ട് കാര്യമില്ല. കുട്ടിക്ക് ഇഷ്ടം തോന്നണമെങ്കിലേ അത് അവളുടെ മുന്നിൽ പ്രകടിപ്പിക്കണമെന്ന് പറയാം. ഇത് കേട്ട് മഹേഷ് പറഞ്ഞു, എന്റെ സ്വഭാവം അറിയാലോ, എനിക്ക് അങ്ങനെ അധികം അങ്ങനെ പ്രകടിപ്പിക്കാനായിട്ട് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എന്താന്ന് മാത്രം എന്നോട് ചോദിക്കരുത്. അതിപ്പോ ആരോടുള്ള സ്നേഹമാണെങ്കിലും അങ്ങനെ തന്നെയാന്ന് പറയണ. ആ സമയം ഇഷിത അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ, മഹേഷിനെ എനിക്ക് മനസ്സിലാവും. ആർക്കൊക്കെ മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും എന്ന് പറയാണ്. പിന്നീട് മഹേഷ് നേരെ എടുത്ത് എഴുന്നേറ്റ് ചിപ്പിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പൊ ചിപ്പിമോളുടെ അടുത്ത് കുറച്ച് സമയം ഇരിക്കുവാണ്. ഈ സമയം ഇഷിത അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മഹേഷിന് എത്രമാത്രം ഇഷ്ടമുണ്ട് ചിപ്പിമോളോട് എന്ന് തിരിച്ചറിയുമായിരുന്നു. ആ സമയം വീട്ടിലേക്ക് വന്ന് രചനയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല. രചന ആകാശിനോട് പറഞ്ഞു, അവൾ ഒറ്റ ഒരുത്തി കാണോ അല്ലെ ഇന്ന് കുഞ്ഞിനെ കാണാനെന്ന് പറയണ. നീ ഒന്ന് സമാധാനപ്പെട് രചനെ, ചിപ്പിമോളെ നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. അവളുടെ നമ്മൾ സ്വന്തമാകാൻ വേണ്ടി പോവല്ലേ, അതിനുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കോളാം. മൃണാളിനി പറഞ്ഞില്ലേ ആ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതോട് കൂടിയിട്ട് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവെന്ന് പറയണം. എന്നാലും എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ ഉണ്ട് ആകാശം. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ആൾക്കാരുടെ മുന്നിൽ ഞാൻ നാണം കിടത്തില്ലേ? നീ എന്തിനാ നാണം കിടുന്നേ? നിന്റെ സ്വന്തം കുഞ്ഞിനെ വിട്ടുകിട്ടാൻ വേണ്ടി നീ പോരാടുന്നേ, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ലാന്ന് പറയണ. ഇത് പറയുന്ന സമയത്തും രചനയുടെ ഉള്ളിൽ എന്തോ ഒരു വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് രചന ആകാശിനോട് പറഞ്ഞു, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ആൾക്കാർ എന്നെ ആ കണ്ണുകൊണ്ടല്ലേ പിന്നീട് കാണുള്ളൂ. എന്തിന്? ആൾക്കാരുടെ ചെലവിലൊന്നും അല്ല നമ്മൾ കഴിയുന്നേ. ഇപ്പൊ മൃണാളിനി പറഞ്ഞ നല്ലൊരു ചാൻസ് ആണ്, നമ്മളായിട്ട് തട്ടിക്കളയരുത്. മഹേഷിനെ തോൽപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണെന്ന് പറയണം. ആ സമയത്ത് വിനോദിന്റെ സുചിത്ര വിളിക്കുകയാണ്. പിന്നീട് വിശേഷങ്ങളൊക്കെ തിരക്കഴിഞ്ഞപ്പോഴത്തേനും സുചിത്ര ചിപ്പിമോളുടെ കാര്യങ്ങളൊക്കെ പറയാണ്, ആക്സിഡന്റ് ആയ കാര്യങ്ങളൊക്കെ. പിന്നെ വിനോദ് ചോദിച്ചു, എങ്ങനെയുണ്ട് എന്നിട്ട് ഇപ്പം മോൾക്ക് സുഖമായിരിക്കുന്നെന്ന് ചോദിക്കാം. കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കണമെന്ന് പറയണം. കുറച്ച് സമയം കൂടെ സംസാരിച്ചതിന് ശേഷമാണ് ഫോൺ കട്ട് ചെയ്യണേ. ആ സമയത്ത് വിനോദിന്റെ ഫോണിലേക്ക് ആരോഗ്യമന്ത്രി അൻസാരിദാസ് വിളിക്കുകയാണ്. വിളിച്ചപ്പോ വിനോദ് ചോദിച്ചു, എന്താ നേതാവേ, എന്താ കാര്യം ചോദിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം വിനോദിനോട് പറഞ്ഞില്ലായിരുന്നോ ആതിരയുടെ കാര്യം? അവളുടെ കാര്യത്തിലൊരു തീരുമാനമാവും. ഇന്ന് രാത്രി തന്നെ ജയിലിൽ നിന്ന് അവന്മാരെ എസ് ഐ ജോർജ് ഇറക്കുമെന്ന് പറയണം. ഇത് കേട്ട വിനോദിനൊരു ഞെട്ടലുണ്ടായി. അല്ല സാർ, അത് പിന്നെ പേടിക്കാനൊന്നുമില്ല വിനോദേ, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അവളെ ചെല്ലുന്നു, അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നു. പിന്നെ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. ഈ ചെവി അറിയത്തില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നോളൂ. പിന്നെ ഇഷിതയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും. ഇഷിത പിന്നെ പുറലോകം കാണത്തില്ല. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. ഇത് കേട്ടതും വിനോദ് പറഞ്ഞു, അല്ല നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് ചോദിക്കാം. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ട്? അവളെ അകത്ത് വിട്ടില്ലെങ്കിൽ നമുക്കാണ് പ്രശ്നം ഉണ്ടാകാനായിട്ട് പോകുന്നത്. ഞാൻ അകത്ത് പോകും. ഒന്നാമത്തെ കാര്യം ഇലക്ഷൻ അടുത്ത് വരുവാണ്. ഈ സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ, എന്റെ സീറ്റ് തെറിക്കും. എന്നെ മാത്രമല്ല വേറെ പലരെയും അത് ബാധിക്കുന്ന കാര്യമാണ്, നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ വിനോദ് പറഞ്ഞു, സാറിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അതും കൂടെ ചെയ്യാൻ പറയണം. പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും വിനോദ് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അടുത്തൊരു കോള് വിളിക്കുകയാണ്. കോള് വിളിച്ചതിന് ശേഷം വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നടത്തുവാണ്.
വിനോദനറിയാം തന്റെ ഏട്ടന്റെ കുടുംബം ഒരിക്കലും നശിച്ചു പോകരുത്. ഡോക്ടർ ഇഷിത തന്റെ ഏട്ടത്തിയമ്മയാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ ഏട്ടനോ അച്ഛനോ അമ്മയ്ക്കൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷിച്ചാൽ മതിയാവുള്ളൂ. ഒരു വശത്ത് അൻസാരിദാസ് അവരെ തകർക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ വശത്ത് വിനോദ് രക്ഷിക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അൻസാരിദാസിനോ ആകാശ് മേനോനോ ഒന്നും അറിയത്തില്ല. ഈ പറയുന്ന വിനോദ് മഹേഷിന്റെ അനിയനാന്നുള്ള കാര്യം പോലും അറിയത്തില്ല. അറിയത്തില്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെ പെരുമാറുന്നത്. അറിയായിരുന്നെങ്കിൽ അന്ന് തന്നെ അവര് കാര്യങ്ങളൊക്കെ തീരുമാനമാക്കിയാണ്. പിന്നീട് വിനോദ് കിടക്കാൻ തുടങ്ങുകയാണ്. വിനോദ് കിടക്കാൻ തുടങ്ങും വിനോദിന്റെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. താനും ഏട്ടനും തമ്മിലുള്ള ആ ജീവിതത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരിക. അച്ഛന്റെ അമ്മയുടെ മുഖമെല്ലാം മനസ്സിലേക്ക് ഓർമ്മ വരിക. താൻ ഏട്ടനോട് ചെയ്ത വലിയൊരു ചതിയാണ് എന്നൊരു ചിന്തയൊക്കെ വന്നു കഴിഞ്ഞപ്പത്തിന് പിന്നീട് വിനോദിന് ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ ഇഷിത എഴുന്നേറ്റ് ചിപ്പിമോളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. ചിപ്പിമോൾക്ക് ഫുഡൊക്കെ വാരി കൊടുത്തു. ഈ സമയത്ത് ചിപ്പിമോൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാ. അപ്പൊ ഇഷിതയാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് കുഞ്ഞിനെ തീറ്റിച്ചുകൊണ്ടിരിക്കണേ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രാമനാഥൻ വന്നിട്ട് ആഹാ നല്ല മിടുക്കി കുട്ടിയായിരിക്കുന്നല്ലോ എന്നൊക്കെ പറയണം. ഇത് കേട്ടത് ചിപ്പിമോള് പറഞ്ഞു ഇനി ഞാൻ സ്കൂളിൽ പോണില്ല എന്ന് പറയണം. അതെന്താ ഞാനേ ഇന്ന് അമ്മയോട് കൂടെ ഹോസ്പിറ്റലിൽ പോവാന്ന് പറയണം. അത് പറ്റേ ഇഷിത ഇതെന്താ ഹോസ്പിറ്റലിൽ പോണെന്ന് ചോദിക്കാം. അതെ ചിപ്പിക്ക് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ടെന്ന് പറയണം. അതുകൊണ്ടാന്ന് പറയണം. ഓ അങ്ങനെയല്ലേ. പിന്നീട് മഹേഷും ഇഷിതയും കൂടെയാണ് ചിപ്പിമോളെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പൊ പോകുന്നതിന് മുമ്പ് ഇഷിത വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പത്തേനും മാഷ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എപ്പോഴും എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. ആ സമയത്ത് പ്രിയാമണി ചോദിച്ചു, അല്ല മോളെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലോ അല്ലേ, മഹേഷിന് വേറെ കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കണം. എന്താമ്മ അങ്ങനെ ചോദിച്ചേ? അല്ല ചോദിച്ചാണ്, കഴിഞ്ഞ ദിവസം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചാ. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ചിപ്പിമോളൊക്കെ ആക്സിഡന്റ് പറ്റി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് എന്തുമാത്രം വിഷമായിരുന്നറിയോ? ഏറ്റവും കൂടുതൽ വിഷമിച്ച ആള് മഹേഷാണ്. മഹേഷിനാണെങ്കിൽ ചിപ്പിമോളെ ഒരു നിമിഷം പിരിഞ്ഞിരിക്കുന്നതിനേക്കാൾ ചിന്തിക്കാൻ പോലും പറ്റില്ല. മഹേഷിന്റെ ആ വിഷമം കണ്ടു കഴിഞ്ഞപ്പോ ശരിക്കും എനിക്ക് സത്യത്തിൽ കരച്ചില വന്നേന്നൊക്കെ പറയണം. ഇത് കേട്ട മാഷ് പറഞ്ഞു, മഹേഷ് നല്ലവനാണ്, അവന് സ്നേഹിക്കാൻ അറിയുന്നവനാണ്, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ആ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചെന്നൊക്കെ പറയാ. എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ, ചിപ്പിമോളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പോകുന്നത്. പിന്നീട് അവര് മൂന്നുപേരും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. ചിപ്പിമോളെ കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തുവാണ്. അതിനെല്ലാം ശേഷം അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആകാശ് രചനയും കൂടെ വരുന്നേ. അവർ ഇഷിതനെ കാണാൻ വേണ്ടി വന്നാണ്. അങ്ങനെ വരുന്ന സമയത്ത് ആകാശ് വൃന്ദി വരുന്നുണ്ട്. തേടിയ വള്ളി കാലി ചുറ്റിയ പോലെയാണല്ലോ രചനെ, എല്ലാരും ഉണ്ടല്ലോ എന്ന് പറയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയോട് രചന പറഞ്ഞു, അതെ ഞങ്ങൾ ഇഷിതനെ കാണാൻ വന്നാന്ന് പറയണേ. അല്ല ഇപ്പൊ എന്താ കാര്യം എന്ന് ചോദിക്കും. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അത് സത്യമാന്ന് പറയണ. അതെ അതിനുള്ള സമയം ഇപ്പോഴെനിക്കില്ലാന്ന് പറയണ. ഞാന് ചിപ്പിമുള്ള കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് വന്ന, അതിനുശേഷം എനിക്ക് ജോലിയുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും രചന പറഞ്ഞു, അങ്ങനെ പറയരുത്, കാരണം ചിപ്പിമോളുടെ കാര്യത്തിൽ ഞങ്ങൾക്കും കൂടെ കുറച്ച് ഉത്തരവാദിത്തമുണ്ട്, ചിപ്പിമോള് ഞങ്ങളുടെയാന്ന് പറയണ. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, ആര് പറഞ്ഞു? അതെ മഹേഷിന്റെ കുട്ടിയാണ് ചിപ്പി എന്ന് പറയണ. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ ഇഷിത ഡോക്ടറെ, അതിനുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ഇഷിതയ്ക്ക്. ഇഷിത ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് ചിപ്പിയോട് പറഞ്ഞു, ഇതേ നിന്റെ ഡാഡി അതല്ല കേട്ടോ, ഈ നിൽക്കുന്ന ആകാശാന്ന് പറയണം. ഇത് കേട്ടൻ പറഞ്ഞു, ഇല്ല എന്റെ ഡാഡി ഇത് തന്നെയാ, എന്റെ ഡാഡിയുടെ പേര് മഹേഷ് എന്നാ, എന്റെ ഡാഡി ഇതാന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പിമോൾ ഒന്നുകൂടെ മഹേഷിനോട് ചേർന്ന് നിൽക്കുവാണ്. മഹേഷിന് എന്തെന്നില്ല സന്തോഷം തോന്നി. ഈ സമയത്ത് രചന പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ, അതെ നിന്റെ വെറും തോന്നല് മാത്രമാണെന്ന് പറയണം. പിന്നീട് ഇഷ്ടത്ത് പറഞ്ഞത് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്റെ ക്യാബിലേക്ക് പോന്നോളൂ എന്ന് പറയണം. പിന്നീട് ചിപ്പിമോളെ മഹേഷിനെ അവിടെ ഇരുത്തിയിട്ട് ഇഷ്ടത്തെ ക്യാബിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിയുമ്പോഴത്തേനും ആകാശ് എന്ത് വേണം കയ്യിൽ നിന്ന് കുറെ പേപ്പേഴ്സുകളെല്ലാം എടുത്തിട്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് കണ്ടോ ചിപ്പിമോളെ എന്റെ അന്ന് സ്ഥാപിക്കുന്ന രേഖകളോ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അത് കൊടുക്കുവാണ്. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത ഒരു നിമിഷം ഞെട്ടി. എന്താന്ന് സംഭവിച്ചെന്ന് പോലും ഇഷിതയ്ക്ക് മനസ്സിലായില്ല. ഒരു പക്ഷേങ്കിൽ ഇവര് പറഞ്ഞ പോലെയാണോ, ഒന്നും വിശ്വസിക്കാനും പറ്റുന്നില്ല, വിശ്വസിക്കാനിരിക്കാനും പറ്റുന്നില്ലാത്തൊരവസ്ഥയായിപ്പോയി. ഒരു പക്ഷേങ്കില് ഇനിയിപ്പം ഈ രേഖയ്ക്കകത്ത് കാണുന്ന പോലെ ചിപ്പിമോൾ ഇവരുടെ കുട്ടിയാണെങ്കിൽ അപ്പൊ ഇത്രയും കാലം മഹേഷ് തന്നെ ചതിക്കുവാണോ എന്നൊരു ചിന്ത പോലും ഉണ്ടായിപ്പോയി. പിന്നീട് അവരങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ഇഷിത നേരെ മഹേഷിന്റെ അരിയിലേക്ക് വരുവാണ്. മഹേഷിനോട് സത്യം പറ മഹേഷേ, മഹേഷിന്റെ കാര്യങ്ങളൊക്കെ അറിയാനും ചോദിക്കുക. എന്ത്? ചിപ്പിമോള് അവരുടെ കുട്ടിയാന്നുള്ള കാര്യം. ഇത് കേട്ടത് മഹേഷ് ഒന്ന് ഞെട്ടി. പെട്ടെന്ന് ഇഷിത കഴുത്തിന് താലൂരി അങ്ങോട്ട് മഹേഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഈ ചതി എനിക്ക് ഒരിക്കലും ക്ഷമിക്കാനായിട്ട് പറ്റില്ല. ചിപ്പിമോൾക്ക് വേണ്ടിയല്ലേ നമ്മൾ തമ്മിൽ ഒന്നായത്, അതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ തമ്മിൽ ഒരുമിച്ചുള്ള ജീവിതം വേണ്ട എന്നും പറഞ്ഞിട്ട് ഇഷിത അങ്ങോട്ട് തിരിഞ്ഞു നടക്കുകയാണ്. അതൊക്കെ പ്രമോയി കാണിച്ചിരിക്കുന്ന. ഇനി ഒരു പക്ഷെ അത് മഹേഷിന്റെ സ്വപ്നമാണെന്ന് പറയാൻ പറ്റില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഇഷിത പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മഹേഷ് ഇല്ല. അത് മാത്രല്ല ചിപ്പിമോള്
ആകാശിന്റെ ആയിരിക്കില്ല. ഒരു പക്ഷെ അവൻ എന്തായാലും കൃത്രിമമായിട്ട് എന്തെങ്കിലും തെളിവുണ്ടാക്കി വെച്ചിരിക്കുന്നതായിരിക്കും. അല്ലാതെ ഒരിക്കലും അത് സത്യമായിരിക്കില്ല. മഹേഷിന്റെ കുട്ടി തന്നെയാണ് ചിപ്പി. അത് അവസാനം തെളിയുക തന്നെ ചെയ്യും. ഇപ്പൊ എന്തൊക്കെ കുതന്ത്രങ്ങൾ ഒപ്പിച്ചു വെച്ചാലും അതെല്ലാം ഇഷിത പിന്നീട് പൊളിച്ചെടുക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.